കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയ പരാജയത്തോടുകൂടി സ്മൃതി ഇറാനി എന്ന നേതാവിന് ബി.ജെ.പി. ദേശീയ നേതൃത്വനിരയിലുള്ള സ്ഥാനവും പ്രാധാന്യവും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. സ്മൃതി ഇറാനി ബി.ജെ.പി. നേതൃത്വനിരയിൽ നിന്നും പെയ്യെ അകന്നുപോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു സ്മൃതി ഇറാനി. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിൽ സ്മൃതി ഇറാനി വളരെയധികം ഉത്സാഹം കാണിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് സ്മൃതി ഇറാനി നൽകിയ ഒരു അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധിയെ വല്ലാതെ അങ്ങ് പുകഴ്ത്തുന്നതായി കണ്ടു. ബി.ജെ.പി. നേതൃത്വനിരയിൽ നിന്നും അകന്നുപോകുന്ന സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ കണ്ടമാനം പുകഴ്ത്തുകയും ചെയ്തതോടുകൂടി സ്മൃതി ഇറാനി ബി.ജെ.പിയിൽ നിന്നും പെയ്യെ കോൺഗ്രസിലേക്ക് പോവുകയാണോ എന്നൊരു തോന്നലുണ്ടാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഹുൽ ഗാന്ധിയോട് പെട്ടെന്നുണ്ടായ ഈ മൃദു സമീപനം ഡൽഹിയിൽ വളരെയധികം ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് വളരെ സൗമ്യമായ രീതിയിലാണ് ഇത്തവണ സ്മൃതി ഇറാനി മറുപടി പറഞ്ഞത്. സ്മൃതി ഇറാനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റം വന്നു. അദ്ദേഹം വിജയം അറിഞ്ഞു തുടങ്ങിയ നേതാവാണ്. രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പുതിയ തന്ത്രങ്ങളാണ് പയറ്റുന്നത്. രാഹുൽ ഗാന്ധി ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പാർലമെന്റിൽ വെള്ള ടീഷർട്ട് ധരിച്ചു വരുമ്പോൾ അത് യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള പ്രവർത്തികളാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അത് നല്ലതെന്നോ ചീത്തയെന്നോ അപക്വമെന്നോ നിങ്ങൾക്ക് തോന്നിയാലും അതിനെ വിലകുറച്ച് കാണാനാവില്ല. അത് മറ്റൊരു തരം രാഷ്ട്രീയമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രാധാന്യം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണിത്. രാഹുൽ ഗാന്ധി ഒരു നല്ല നേതാവാണ്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തെ സ്മൃതി ഇറാനി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ക്ഷേത്ര സന്ദർശനങ്ങൾ അദ്ദേഹത്തിന് ഗുണം ചെയ്തില്ല. മറിച്ച് അത് വോട്ടർമാരിൽ സംശയമാണ് ഉണ്ടാക്കിയത്. ഇത്തരം പരാജയപ്പെട്ട തന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് അദ്ദേഹം വിജയിച്ചു തുടങ്ങിയത്. പഴയ തന്ത്രങ്ങൾ ഫലിക്കാതെ വന്നതോടെ അദ്ദേഹം ജാതി രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റിയതാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള വിമർശിച്ചുവെങ്കിലും സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വളരെ സൗമ്യമായും വളരെ പക്വമായും പറഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം സ്മൃതി ഇറാനി പാർലമെന്റ് ഇലക്ഷനിലെ പരാജയത്തോടുകൂടി ബി.ജെ.പി. നേതൃത്വത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി. നേതൃത്വം പഴയ പോലെയുള്ള പ്രാധാന്യം സ്മൃതി ഇറാനിക്ക് നൽകുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെയൊക്കെ മാറിയ സാഹചര്യത്തിൽ സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് മാറുവാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള സ്മൃതി ഇറാനിയുടെ ഈ പ്രസംഗം ബി.ജെ.പി. നേതൃത്വത്തിനും വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രസംഗത്തെ അല്ലെങ്കിൽ സ്മൃതി ഇറാനിയുടെ ഈ വാക്കുകളെ ബി.ജെ.പി. നേതൃത്വം വളരെ ഗൗരവമായി പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായിരിക്കും ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ? സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ വന്നാൽ അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ബി.ജെ.പിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതരം നഷ്ടങ്ങൾ ഉണ്ടാകുമോ? RR ടോക്സിന്റെ പ്രേക്ഷകരുടെ അഭിപ്രായം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.